പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായി നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യനെ തൂങ്ങുഴി പിതാവിനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. മഹിനിയോടുകൂടി ഉയർത്തുകയാണ്. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോട് ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടി വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽക്ക് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ പിതാവ് ജേക്കബ് തൂങ്കുഴി പിതാവിനെ അങ്ങ് സ്വീകരിക്കണം. ഞങ്ങളുടെ സമൂഹത്തിലും അവിടുത്തെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ശ്രദ്ധിക്കുക, പ്രിയങ്കരനായ തൂങ്കുഴി പിതാവിനെ അവസാനമായി ഒരു ലോകത്തെ കാണുവാൻ ആഗ്രഹിച്ച് ആയിരങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് ഒരു വട്ടമെങ്കിലും വന്നു കണ്ട് പ്രാർത്ഥിച്ചു പോകുവാൻ അവസരം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് പോർട്ടിക്കോ മുതൽ ആനവാതിൽ മുതൽ ഭൗതികദേഹം വെച്ചിരിക്കുന്ന പേടകം വരെയുള്ള ആ പള്ളിയുടെ നടുഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും അവിടെ നിന്ന് വശങ്ങളിലേക്ക് ഒതുങ്ങിക്കൊടുക്കുകയും വന്ന് കണ്ട് കാണുന്നവർ ഇരുവശങ്ങളിലൂടെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം. കുറെ പേർക്ക് കൂടി മുകളിൽ ബാൽക്കണിയിൽ നിൽക്കാൻ സൗകര്യം